ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എച്ച്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിൻ്റെ ഒരു ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നെയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റഡി 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സാം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. ആകെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 5 എണ്ണത്തിന് ഏതെങ്കിലും 5 ആക്ടിവിറ്റിക്ക് ആൻസർ ചെയ്താൽ മതി. നമുക്കെല്ലാതും നോക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, അതിലെ ക്വസ്റ്റ്യൻ: മാമൽസ് ആർ ദ ആനിമൽസ് വിച്ച് ഗീവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് ദം. മാമൽസ് എന്ന് പറയുന്നത് എന്താണ്? അവയുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തി അവയ്ക്ക് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് മാമൽസ് എന്ന് പറയുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് മാമൽസ്. താഴെ നമുക്ക് 4 ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ മാമൽസിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. എ, ദേ ലേ എഗ്സ്, അവർ മുട്ടയിടും. ദേ ഹാവ് പിന്ന ഓൺ ദെയർ ഇയേഴ്സ്, ഈ ചെവികളിൽ എന്തുണ്ട്? പിന്നയുണ്ട്. ദെയർ ബോഡീസ് ആർ കവേർഡ് വിത്ത് ഹെയർ ഓർ ഫർ, അവരുടെ ശരീരം രോമം കൊണ്ടോ രോമക്കുപ്പായം മുടി കൊണ്ടോ ഒക്കെ എന്താണ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫീഡ് മിൽക്ക് ടു ദെയർ യങ് വൺസ്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കും. അപ്പോൾ നമുക്കറിയാം പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവരാണ് മാമൽസ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന് കറക്റ്റ് അല്ലാത്തത് ഫസ്റ്റ് ആണ്, ദേ ലേ എഗ്സ്, മുട്ടയിടുന്നു എന്ന് പറഞ്ഞത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ: യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ആംഫിബിയൻസ്. ആംഫിബിയൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? 1 ഫീച്ചർ ഈസ് ഗിവൻ ബിലോ, റൈറ്റ് 2 മോർ. അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, 2 എണ്ണം കൂടെ എഴുതണം. നമുക്ക് നൽകിയിരിക്കുന്നത് എന്താണ്? ലിവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നവരാണ്. സെക്കൻഡ് ഫീച്ചറായിട്ട് നമുക്ക് എന്ത് എഴുതാം? ദേ ഹാവ് മോയിസ്റ്റ് പെർമിയബിൾ സ്കിൻ, അവർക്ക് അവരുടെ സ്കിൻ എങ്ങനെയായിരിക്കും? ഈർപ്പമുള്ള സ്കിൻ ആയിരിക്കും. പിന്നെ അതുപോലെ ദേ ആർ കോൾഡ് ബ്ലഡഡ്, അവരെന്താണ്? കോൾഡ് ബ്ലഡഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കൂ. Tadpole is formed by the hatching of eggs of frogs. Name this phenomena. Write the name of the organisms which shows this phenomena other than frog. അപ്പോൾ ഫ്രോഗിൻ്റെ എഗ്ഗ്, അതായത് തവളയുടെ മുട്ടയുണ്ടല്ലോ, ആ എഗ്ഗ് വിരിഞ്ഞാണ് എന്തുണ്ടാവുന്നത്? ടാഡ്പോൾസ് ഉണ്ടാവുന്നത്. നമ്മുടെ വാൽമാക്രികളുണ്ടല്ലോ, അവരുണ്ടാവുന്നത്. അപ്പോൾ ഈ ഫിനോമിനയെ, ഇത്തരത്തിൽ എഗ്ഗ് ഹാച്ച് ചെയ്ത് ടാഡ്പോൾ ഉണ്ടാവുന്ന ഫിനോമിനയെ പറയുന്ന പേരെന്താണ്? അതുപോലെ ഇത്തരത്തിലുള്ള ഫിനോമിന നടക്കുന്ന മറ്റ് 2 ജീവികൾ ഏതൊക്കെയാണ്? ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് മെറ്റാമോർഫോസിസ്. ഈ ഫിനോമിന അറിയപ്പെടുന്നത് എന്താണ്? മെറ്റാമോർഫോസിസ് എന്നാണ്. എന്താണ് മെറ്റാമോർഫോസിസ്? ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ ലാർവൽ സ്റ്റേജ്, അതായത് എഗ്ഗ് വിരിഞ്ഞ് ലാർവൽ സ്റ്റേജ് ആയിട്ട്, അതാണ് ഈ ലാർവൽ സ്റ്റേജിലുള്ളതാണ് ടാഡ്പോള്, ടു ദ അഡൽട്ട് സ്റ്റേജ്, അഡൽട്ട് സ്റ്റേജിലേക്ക്, അതായത് ഫ്രോഗ് ആവുന്ന ഈ ഒരു പ്രോസസ്സ്, ഈ ഹോൾ പ്രോസസ്സിനെയാണ് മെറ്റാമോർഫോസിസ് എന്ന് വിളിക്കുന്നത്. അത് ഓർഗാനിസംസ് ദാറ്റ് അണ്ടർഗോ മെറ്റാമോർഫോസിസ് ഇൻക്ലൂഡ് ബട്ടർഫ്ലൈസ്, മോത്ത്സ് ആൻഡ് മോസ്കിറ്റോസ്. അപ്പോൾ ബട്ടർഫ്ലൈസും കൊതുകും ഒക്കെ എന്താണ് മക്കളെ? ഇത്തരത്തിൽ മെറ്റാമോർഫോസിസ് വഴിയാണ് നടക്കുന്നത് കേട്ടോ. ആക്ടിവിറ്റി 2 നോക്കാം. അതിലെ എ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ദ ഡിക്രീസ് ഇൻ ദ നമ്പർ ആൻഡ് എക്സ്റ്റെൻഷൻ ഓഫ് റെപ്റ്റൈൽസ്? ചൂസ് ഇറ്റ് ഫ്രം ബിലോ. താഴെ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ റെപ്റ്റൈൽസിന്റെ, ഉരകങ്ങളുടെ റെപ്റ്റൈൽസിന്റെ എണ്ണത്തിൽ കുറവ് വരികയും അവയ്ക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്യാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്താണ്? ഈ റീസണിൽ എന്താണ് എന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തേത് ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, എക്കോസിസ്റ്റത്തിൻ്റെ അഥവാ ആവാസ വ്യവസ്ഥകളുടെ നശീകരണം അല്ലെങ്കിൽ ഇല്ലാതാവുന്നത്. സെക്കൻഡ്, ലോ ബ്രീഡിങ്, വളരെ കുറവ് ബ്രീഡിങ് സംഭവിക്കുന്നതുകൊണ്ട്, അതായത് പ്രത്യുൽപാദനം കുറയുന്നതുകൊണ്ട്. സി, നോൺ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, അവർക്ക് വേണ്ടത്ര ഭക്ഷണം ലഭിക്കാത്തതുകൊണ്ട്. ഡി, ഈറ്റൻ ബൈ അതർ ആനിമൽസ്, മറ്റ് മൃഗങ്ങൾ ഇവയെ ഭക്ഷിക്കുന്നതുകൊണ്ട്. ഇതിൽ ഡിസ്ട്രാക്ഷൻ ഓഫ് എക്കോസിസ്റ്റം ആണ് കറക്റ്റ് ആൻസർ. ഇതിലെ ബി ക്വസ്റ്റ്യൻ: ക്ലാസിഫൈ ദ ഫോളോയിങ് ഓർഗാനിസംസ്. നമുക്ക് താഴെ 4 ഓർഗാനിസത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. റാബിറ്റ്, സ്നേക്ക്, ഹൗസ് ലിസാർഡ്, കൗ. അതിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യണം. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, മാമൽസ്. ഇതിൽ ഏതൊക്കെയാണ് മക്കളെ മാമൽസ്? റാബിറ്റും കൗവും ആണ് കേട്ടോ. പിന്നെ സ്നേക്ക്, നെക്സ്റ്റ് ഇതിൽ സ്നേക്ക് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്നേക്കിൽ വരുന്നത് എന്തൊക്കെ? സ്നേക്ക് വരുന്നത് ഏത് കാറ്റഗറിയിലാണ്? റെപ്റ്റൈൽസിലാണ്. റെപ്റ്റൈൽസിൽ സ്നേക്കും ഹൗസ് ലിസാർഡും വരും.
ഇതിലെ സി ക്വസ്റ്റ്യൻ വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ സ്നേക്ക് ബൈറ്റ് ബിഫോർ ടേക്കിംഗ് ടു ദ ഹോസ്പിറ്റൽ. ഒരാളെ പാമ്പ് കടിച്ചാൽ അയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാം. കീപ്പിംഗ് ദ വിക്ടിം കാം ആൻഡ് സ്റ്റിൽ ടു സ്ലോ ദ സ്പ്രെഡ് ഓഫ് വിനം. പാമ്പ് കടിയേറ്റ ആളെ എന്ത് ചെയ്യണം? വളരെ കാം ആക്കിയിട്ട് നിർത്തണം, അതായത് അയാളെ പേടിപ്പെടുത്താൻ പാടില്ല. 2. Removing any rings or constricting items near the bite area before swelling begins. പാമ്പ് കടി ഏറ്റ ഭാഗത്ത് റിങ്ങോ അല്ലെങ്കിൽ ടൈറ്റായി കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അഴിച്ചു മാറ്റുക, അല്ലെങ്കിൽ അവിടെ വീക്കം വരാനായിട്ട് സാധ്യതയുണ്ട്. 3. ക്ലീനിങ് ദ വൂണ്ട് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. സോപ്പും വാട്ടറും ഉപയോഗിച്ച് ആ മുറിവ് നന്നായിട്ട് വൃത്തിയാക്കുക. 4. സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഹെൽപ്പ് തേടുക, അതായത് ആൻറ്റി വിനമുള്ള ഹോസ്പിറ്റൽ ഏതാണോ അങ്ങോട്ടേക്ക് എത്തിക്കുക. നമുക്കിനി ആക്ടിവിറ്റി 3 നോക്കാം. അതിലെ എ ക്വസ്റ്റ്യൻ ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ദ ഹെൽത്ത് ഓഫ് ടങ്. നമ്മളുടെ ടങ്ങിൻ്റെ, നാവിൻ്റെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? To keep your tongue healthy, you should brush it gently every time you brush your teeth to remove bacteria and food debris. നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ ടങ്ങും എന്ത് ചെയ്യുക? പതുക്കെ ജെന്റിലായിട്ട് ആ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണ്? ടങ്ങിലുള്ള ബാക്ടീരിയയും അതുപോലെ ഫുഡിൻ്റെ എന്തെങ്കിലും അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ടാണ്. Additionally, staying hydrated and avoiding excessive consumption of spicy or very hot foods can help maintain tongue health. അതുപോലെ തന്നെ എപ്പോഴും വെള്ളം കുടിച്ച് നാവ് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഹോട്ടായത്, അതായത് ചൂടുള്ളതും സ്പൈസി ആയിട്ടുള്ളതുമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് ഒഴിവാക്കിയാലും ടങ്ങിൻ്റെ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിലെ ബി ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സെൻസ് ഓർഗൻ ഏതാണ്? ഇയർ, ഐ, നോസ്, സ്കിൻ. നമുക്കറിയാം സ്കിൻ ആണല്ലേ. ഇതിലെ സി ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ പോസ്റ്റർ ഇൻ കണക്ഷൻ വിത്ത് ഐ ഡൊണേഷൻ. ഐ ഡൊണേഷനുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ വാചകം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡൊണേറ്റ് യുവർ ഐസ്, ലൈറ്റ് അപ്പ് എ ലൈഫ്. ഞാൻ ജസ്റ്റ് ഒരു കൊട്ടേഷൻ മാത്രമേ എഴുതി തന്നിട്ടുള്ളൂ. പോസ്റ്റർ എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടില്ല, പോസ്റ്റർ വാചകം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അഥവാ പോസ്റ്റർ പ്രിപ്പറേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചറൊക്കെ വരച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് 4th ആക്ടിവിറ്റി നോക്കാം. അതിലെ എ ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദെയർ പാർട്സ് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്. നമുക്ക് താഴെ കുറച്ച് പ്ലാന്റ്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇവയുടെ ഏത് പാർട്ടാണോ പ്ലാന്റിങ്ങിന് ഉപയോഗിക്കുക, അതായത് ഇത് നട്ട് വളർത്താനായിട്ട് ഏത് പാർട്ടാണ് അത് വളർത്താനായിട്ട് അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനായിട്ട് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക, ടാപ്പിയോക്ക അതായത് കപ്പ, ഹിബിസ്കസ് നമ്മുടെ ചെമ്പരത്തി, പാഡി നെല്ല്, അമരാന്തസ് നമ്മുടെ ചീര, പിന്നെ റോസ്. ഇത്രയും പ്ലാന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇനി ഇതിനെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്? ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റിങ് സ്റ്റെമ്മ് വെച്ചിട്ട്, അതായത് നമ്മളുടെ തണ്ടുണ്ടല്ലോ, തണ്ട് വെച്ചിട്ട് പ്രൊപ്പഗേഷൻ നടത്തുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം എഴുതണം. ടാപ്പിയോക്ക, റോസ്, ഹിബിസ്കസ് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് സ്റ്റെമ്മാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി പാഡി, ലേഡീസ് ഫിംഗർ, അതുപോലെ അമരാന്തസും കൂടെ ബാക്കിയുണ്ടല്ലേ, അമരാന്തസ്. ഇത് മൂന്നും എന്താണ് പ്രൊപ്പഗേഷന് യൂസ് ചെയ്യുന്നത്? ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ സീഡ്സ്, വിത്താണ് ഉപയോഗിക്കുന്നത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ ഇഫ് ദ സീഡ്സ് സ്പ്രൗട്ട് അറ്റ് ദ ബോട്ടം ഓഫ് ദ പ്ലാന്റ്, സാപ്ലിങ്സ് കനോട്ട് ഗ്രോ പ്രോപ്പർലി. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ്സ്? ഒരു പ്ലാന്റിലുള്ള സീഡ്സൊക്കെ അതിന് താഴെ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ, അതായത് ഈ പ്ലാന്റ്സൊക്കെ അവിടെ തന്നെ താഴെ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് എന്താണ് പ്ലാന്റ്സിന് വളരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ പ്ലാന്റ്സിലൊക്കെ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നുണ്ട് അല്ലേ. വ്യത്യസ്ത തരത്തിലുള്ള സീഡ് ഡിസ്പേഴ്സൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട് ത്രൂ വിൻഡ്, വേറെ 2 എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ത്രൂ വാട്ടർ, ത്രൂ ആനിമൽസ്, ത്രൂ ബേഴ്സ്റ്റിംഗ്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ സി നോക്കാം. വിച്ച് അഡാപ്റ്റേഷൻ ഓഫ് പാപ്പോസ് ഹെൽപ്സ് ഇൻ ഇറ്റ്സ് സീഡ് ഡിസ്പേഴ്സൽ? പാപ്പോസ് എന്ന് പറയുന്ന പ്ലാന്റ് അറിയാലോ, നമ്മുടെ അപ്പൂപ്പൻ താടി. ഇതിൽ സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടി സഹായിക്കുന്നത് ആ പ്ലാന്റിലെ എന്ത് അഡാപ്റ്റേഷനാണ്? മോർ വെയിറ്റ്, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഭാരമുണ്ട്. ഫ്ലോട്ടിംഗ് വാട്ടർ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഹെയറി പാർട്സ്, അതായത് മുടി പോലെയുള്ള ഭാഗങ്ങൾ. അട്രാക്റ്റീവ് കളർ, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നിറം. ഇതിലേതാ മക്കളെ? ഹെയറി പാർട്സ് ആണല്ലേ. അത് ഹെയറി പാർട്സ് ഉള്ളതുകൊണ്ടാണ് വിൻഡ് കാറ്റ് വഴി അതിന് ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്.
വെള്ളം അമൂല്യമാണ്, അതൊരിക്കലും പാഴാക്കി കളയരുത്. ക്വസ്റ്റ്യൻ എ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഹെൽപ്സ് ടു പാസ് ത്രൂ ദ പൈപ്പ്? ഒരു പൈപ്പിലൂടെ വെള്ളത്തിന് ഒഴുകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോവാനായിട്ട് സഹായിക്കുന്നത് വെള്ളത്തിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ്? ഫ്ലൂയിഡിറ്റി ആണല്ലേ. ഫ്ലൂയിഡിറ്റി എന്ന് വെച്ചാൽ എന്താ മക്കളെ? വാട്ടർ ഈസ് എ ലിക്വിഡ്. വാട്ടർ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ആണ്. ആൻഡ് എ കീ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ഈസ് ദാറ്റ് ദേ ഫ്ലോ ഈസിലി ആൻഡ് ക്യാൻ ടേക്ക് ദ ഷേപ്പ് ഓഫ് ദെയർ കണ്ടെയ്നർ വിച്ച് ഈസ് നോൺ ആസ് ഫ്ലൂയിഡിറ്റി. ദിസ് അലോസ് ഇറ്റ് ടു പാസ് ത്രൂ എ പൈപ്പ്. ഒരു വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പില്ല. അത് ഏത് ഷേപ്പുള്ള കണ്ടെയ്നറിൽ എടുക്കുന്നോ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് അത് സ്വീകരിക്കും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഫ്ലൂയിഡിറ്റി എന്ന് പറയാം. ഈ ഫ്ലൂയിഡിറ്റി ആണ് അതുവഴിയാണ് പൈപ്പിലൂടെ വെള്ളത്തിന് പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ, ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ്, റൈറ്റ് എനി 3 ഓഫ് ദം. നമ്മളുടെ ചുറ്റും വ്യത്യസ്ത തരത്തിലുള്ള വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സിന്, അതായത് വെള്ളം സംരക്ഷിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കൺസേർവ് ചെയ്യുന്നതിൻ്റെ രീതികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും 3 മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം മക്കളെ? ടേണിംഗ് ഓഫ് ടാപ്സ് വൈൽ ബ്രഷിംഗ് ടീത്ത് ഓർ വാഷിംഗ് ഹാൻഡ്സ്. നമ്മൾ പല്ല് തേക്കുമ്പോഴും കൈ കഴുകുമ്പോഴൊക്കെ എന്താണ് ഉപയോഗശേഷം അപ്പം തന്നെ പൈപ്പ് അടയ്ക്കുക. റിപ്പയറിംഗ് ലീക്കിംഗ് പൈപ്സ് ആൻഡ് ടാപ്സ് പ്രോംപ്റ്റ്ലി. ഏതെങ്കിലും പൈപ്പോ ടാപ്പോ ഒക്കെ ലീക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് തന്നെ നന്നാക്കുക. യൂസിങ് എ ബക്കറ്റ് ആൻഡ് എ മഗ് ഫോർ ബാത്തിങ് ഇൻസ്റ്റെഡ് ഓഫ് എ ഷവർ. ഷവർ ഉപയോഗിക്കുന്നതിന് പകരം ഒരു ബക്കറ്റും അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു കപ്പ് യൂസ് ചെയ്തിട്ട് അങ്ങനെ കുളിക്കുക. ക്വസ്റ്റ്യൻ സി, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ? വെള്ളത്തിൻ്റെ സോളിഡ് സ്റ്റേറ്റുള്ള അവസ്ഥ, സോളിഡ് ആയിട്ടുള്ള അവസ്ഥ ഏതാണ്? വെള്ളം, കിണർ, വാട്ടർ വേപ്പർ, നീരാവി, ഐസ്. ഏതാണ് മക്കളെ വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ്? ഐസ് ആണല്ലേ. ആക്ടിവിറ്റി 6 എന്താണ് നോക്കൂ. ക്വസ്റ്റ്യൻ എ, യു മൈറ്റ് ഹാവ് ഡൺ എൻ എക്സ്പെരിമെൻറ്റ് ഇൻ യുവർ ക്ലാസ് റൂം ടു പ്രൂവ് ദാറ്റ് എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ്. വാട്ട് ആർ ദ അതർ മെറ്റീരിയൽസ് നീഡഡ് അതർ ദാൻ എ മാച്ച് ബോക്സ്? നമ്മൾ കത്താനായിട്ട് ബേൺ ചെയ്യാനായിട്ട് എയറിൻ്റെ ആവശ്യമുണ്ടെന്നുള്ള എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഈ എക്സ്പെരിമെൻറ്റിന് മാച്ച് ബോക്സ് കൂടാതെ വേറെന്തൊക്കെ പ്രോപ്പർട്ടീസ് ആവശ്യമുണ്ട്? എ ക്യാൻഡിൽ, എ ഗ്ലാസ് ടംബ്ലർ ആൻഡ് എ പ്ലേറ്റ്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ് ദാറ്റ് പ്രൂവ്സ് എയർ ഈസ് നീഡഡ് ഫോർ ബേണിംഗ്. കത്താനായിട്ട് എയർ വേണം, വായു വേണം എന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് എഴുതുക. പ്രൊസീജിയർ ആദ്യം നോക്കാം. പ്ലേസ് എ ബേണിംഗ് ക്യാൻഡിൽ ഓൺ എ പ്ലേറ്റ് ഓർ ഡിഷ്. ഒരു പാത്രത്തിൽ ഒരു കത്തുന്ന മെഴുകുതിരി വെക്കുക. കവർ ദ ക്യാൻഡിൽ വിത്ത് ആൻ ഇൻവേർട്ടഡ് ഗ്ലാസ് ടംബ്ലർ. ഒരു ഇൻവേർട്ടഡ്, അതായത് നമ്മുടെ ഗ്ലാസ് ടംബ്ലർ തല തിരിച്ച് ഈ ക്യാൻഡിലിനെ മൂടുക. ഒബ്സർവ് ദ ക്യാൻഡിൽ ഫ്ലെയിം. അപ്പോൾ ആ സമയത്തുള്ള ക്യാൻഡിലിൻ്റെ തീനാളത്തിന് എന്താ സംഭവിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. എന്താ മക്കളുടെ ഒബ്സർവേഷൻ? ദ ക്യാൻഡിൽ ഫ്ലെയിം ഫ്ലിക്കേഴ്സ്, പ്രൊഡ്യൂസ് സ്മോക്ക് ആൻഡ് ഇവൻച്വലി ഗോസ് ഔട്ട്. ദ അൺകവേർഡ് ക്യാൻഡിൽ കണ്ടിന്യൂസ് ടു ബേൺ. അപ്പോൾ നമ്മളെയും അടച്ചു വെച്ച എന്താണ് ആ മെഴുകുതിരി കെട്ടുപോകുന്നു. അല്ലാത്തത്, അതായത് കവർ ചെയ്ത് വെക്കാത്തതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കൺക്ലൂഷനായിട്ട് എന്തെഴുതാം? ബേണിംഗ് റിക്വയേഴ്സ് എയർ ടു സസ്റ്റെയിൻ ദ ഫ്ലെയിം. കത്തുന്ന സമയത്ത് തീ അതുപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ എയർ വേണം, അല്ലെങ്കിൽ ഓക്സിജൻ വേണം. ദ കവേർഡ് ക്യാൻഡിൽ സ്റ്റോപ്സ് ബേണിംഗ് ബിക്കോസ് ഇറ്റ് യൂസസ് അപ്പ് ഓൾ ദ ഓക്സിജൻ ഇൻസൈഡ് ദ ഗ്ലാസ് ടംബ്ലർ, കട്ടിങ് ഓഫ് ദ എയർ സപ്ലൈ. അപ്പോൾ ഈ മൂടി വെച്ച ഈ ക്യാൻഡിലിന് എന്താ സംഭവിച്ചത്? ശരിക്ക് ഈ ഗ്ലാസ്സിനകത്തുള്ള എയർ തീർന്നു പോകുന്നു അല്ലേ. അത് തീരുന്നത് വരെ കത്തും, അപ്പോൾ തീർന്നു പോകുമ്പോഴാണ് ഇത് ബേൺ ഔട്ട് ചെയ്യുന്നത്. ഇതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്? ഇതിൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്, അതായത് നമുക്ക് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത എനർജി സോഴ്സ് ഏതാണ്? പെട്രോൾ, വിൻഡ്, സോളാർ എനർജി, കോള്. ഏതൊക്കെയാണ് മക്കളെ? പെട്രോളും കോളുമാണ് അല്ലേ. അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നതാണ്, നേച്ചറിൽ നിന്ന് കിട്ടുന്നതല്ല. അതുകൊണ്ടാണ്, അതായത് നേച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള വിൻഡും സോളാർ എനർജിയൊക്കെ നമുക്ക് എന്താണ് തീർന്നു പോവാത്തതാണ്. അപ്പോൾ അത് റിന്യൂവബിൾ ആണ്. ബാക്കിയാണ് എന്ത്? പെട്രോളും കോളും ആണ് നോൺ റിന്യൂവബിൾ. ആക്ടിവിറ്റി 7 എ ക്വസ്റ്റ്യൻ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ ദ മാൻ-മെയ്ഡ് മെഷീൻസ്, റൈറ്റ് എനി 2 സർവീസസ് ദേ ഡു ടു അസ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയ മെഷീൻസ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ 2 സർവീസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന 2 സർവീസസ് എന്തൊക്കെയെന്നാണ്? വെതർ ഫോർകാസ്റ്റ്, കാലാവസ്ഥ പ്രവചനമുണ്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്നുണ്ട്, പിന്നെ നേവിഗേഷന് സഹായിക്കുന്നുണ്ട്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. എ ടേബിളിൽ നമുക്ക് സണ്ണ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, റോക്കറ്റ്, മൂൺ തുടങ്ങിയവയാണുള്ളത്. ബി കോളത്തിൽ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്, സെൽഫ് ഗ്ലോയിങ്, വെതർ ഫോർകാസ്റ്റ്, ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇൻ ദ സ്കൈ. ഇത്രയാണ് വന്നിട്ടുള്ളത്.
അപ്പം ഇതിൽ സണ്ണ് വരുന്നത് എന്താണ് മക്കളെ? സെൽഫ് ഗ്ലോയിങ് ആണ് അല്ലെ, സ്വയമേ തിളങ്ങുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വരുന്നത് എന്താണ്? വെതർ ഫോർകാസ്റ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. റോക്കറ്റ് എന്തിനാണ്? ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇൻ ദ സ്കൈ, ആകാശത്തേക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അയക്കുന്നതിനാണ് റോക്കറ്റ്. മൂൺ എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് ആണ്. സി ക്വസ്റ്റ്യൻ, നെയിം ദ മെത്തേഡ് ദാറ്റ് ഹെൽപ്പ് us റീച്ച് ദ ഡെസ്റ്റിനേഷൻ വെൻ വി ട്രാവൽ ത്രൂ ആൻ അൺനോൺ വേ. നമുക്കറിയാത്ത ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് വഴി കാണിച്ചു തരാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ മെത്തേഡ് എന്താണ്? ഷാഡോ, TV, GPS, റേഡിയോ. എന്താണ് മക്കളെ? GPS ആണല്ലേ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, മറക്കാതെ എല്ലാം പഠിച്ചു പോവുക. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്